ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാര്യങ്ങളെല്ലാം അധോഗതിയായിട്ട് നിൽക്കുവാണ്. പാവം നമ്മുടെ നയനയോട് ഇനിയും ക്രൂരതകൾ ഓരോന്നോരോന്നായിട്ട് കാണിക്കണമെന്ന് ദേവയാനി എല്ലാവർക്കും ക്ലാസ് എടുത്തു കൊടുക്കുന്നു. ദേവയാനിയുടെ വാക്കിനപ്പുറം ഇപ്പോൾ വേറെ ആരും ഒന്നും ചെയ്യാൻ പറ്റില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുക. ദേവയാനിയാണല്ലോ എല്ലാവർക്കും മേളിലുള്ള മരുമകൾ. അപ്പോൾ പിന്നെ ദേവയാനി പറയുന്ന കാര്യങ്ങളാണല്ലോ എല്ലാവരും കേൾക്കേണ്ടതും. ദേവയാനി അങ്ങനെ എല്ലാവരും നയനമോളോ കയറി വരുന്ന സമയത്ത് നയനയുടെ മുന്നിൽ മൗനവ്രതം പാലിക്കണമെന്നും അവളോട് ഒരക്ഷരം പോലും സംസാരിച്ചും പോകരുത്, അങ്ങനെ എല്ലാവരും അവളെ അകറ്റി നിർത്തുമ്പോൾ മനസ്സ് വേദനിച്ച് അവളെ ഇവിടെ നിന്ന് എന്നേക്കുമായി പോയിക്കോളും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നവ്യ എന്ന് പറയുന്ന നയനയുടെ ആ ചേച്ചിക്ക് വളരെ സന്തോഷമായി. നയനയെക്കുറിച്ച് കുറേ കുറ്റവും പറഞ്ഞു. അവൾ പണ്ടേ അങ്ങനെയാണ്, അവൾ എന്തോ വലിയ സംഭവമാണെന്നുള്ള വിചാരമാണ്, അവൾക്ക് മറ്റാരോടും ബഹുമാനമില്ല, സ്നേഹമില്ല, അതില്ല ഇതില്ല തുടങ്ങിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനിയാണെങ്കിലോ വലിയ എന്തോ മഹാസംഭവമായിട്ട് എല്ലാം കൂടെ പൊക്കിപ്പിടിച്ച് അങ്ങനെ നിൽക്കുക. ഇവരെല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ട് നമ്മുടെ നയനയ്ക്കെതിരെയുള്ള പടയൊരുക്കം അവിടെ ആരംഭിക്കുന്നു. ഇതേ സമയത്താണ് നമ്മുടെ നയനയെ ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്നും രക്ഷിച്ചുകൊണ്ട് ആദർശ് വരുന്നത്. ആദർശ് വന്ന സമയത്ത് ആദർശ് ഇങ്ങനെ പേടിച്ചാണ് വരുന്നത്. കാരണം എന്താ, ഇതെങ്ങാനും അമ്മ കണ്ടാൽ പണി പാളും, അമ്മ കാണരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് വരുന്നത്. സത്യം പറയാലോ, ഈശ്വരൻ നയനയുടെ കൂടെ ഉണ്ടെന്ന് അവിടെ അങ്ങ് തെളിഞ്ഞു. എന്താ, മകൻ നയനയെയും കൂട്ടി വീടിൻ്റെ പടി കടന്നു വന്നതും അമ്മയും രണ്ട് പാഷാണത്തി കൃമികളും കൂടി അവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പം നയനയെ ഒറ്റപ്പെടുത്തണമെന്നുള്ള കുറ്റവും പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. ഈ സമയത്താണ് ഇവരങ്ങോട്ടേക്ക് കടന്നു ചെല്ലുന്നത്. ഇവരെ കണ്ടപ്പോഴേക്കും ദേവയാനി ഞെട്ടിപ്പോയി. നാവെടുത്ത് വായിക്കകത്തേക്ക് ഇട്ടില്ല. എൻ്റെ മകൻ ഇനി ഒരിക്കലും അവളോട് മിണ്ടില്ലെന്നും അല്ലെങ്കിൽ അവളുമായി യാത്ര ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞ് അന്നേരമാണ് മരുമകളെയും കൊണ്ട് സ്വന്തം മകൻ കാറിൽ വരുന്നത്. അമ്മയെ കണ്ടപ്പോഴത്തേക്കും ആദർശം ഒന്ന് ഞെട്ടി, മകനെ കണ്ടപ്പോൾ അമ്മയും ഞെട്ടി, രണ്ടുപേരും ഞെട്ടി. അതുപോലെ തന്നെ അപ്പുറം ഇപ്പുറം നിന്നുകൊണ്ട് ജലജയും അതുപോലെ തന്നെ നവ്യയും ഇങ്ങനെ നോക്കി അന്താളിച്ച് നിൽക്കുക. അപ്പോൾ ഈ കണ്ട കാട്ടായം എല്ലാം കാണിച്ചത് വെറുതെയാണെന്നും ഇവൻ ഇപ്പോഴും ഇവളോട് സ്നേഹം തന്നെയാണ് എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി. ഇവരെന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അല്ല, നീ എന്താ ഇവളെയും കൂട്ടിക്കൊണ്ട് ഇവളെവിടുന്നാണെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ അമ്മേ ഞാനിങ്ങോട്ട് വരുമായിരുന്നു, അപ്പോൾ അവൾ വഴിയിൽ വെച്ച് വണ്ടിയിൽ കയറിയതാ. എന്താ, ഓടിക്കൊണ്ടിരുന്ന വണ്ടിയിൽ ഇവൾ ചാടി കയറിയെന്ന് ചോദിച്ചു. അല്ല, ഞാനിങ്ങോട്ട് വരുന്ന വഴിക്കേ അവളങ്ങനെ വണ്ടിയിൽ നീ നിർത്താതെ നീ സമ്മതിക്കാതെ എങ്ങനെ നിൻ്റെ വണ്ടിയിൽ അവൾ കയറിയത്? അമ്മ അത് പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വഴിയിൽ വെച്ചുണ്ടായെന്ന് പറഞ്ഞപ്പോൾ ഇവൾ എന്ന് കൂടിയോ അന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാണിതൊക്കെ. പിന്നെ ആ പ്രശ്നം ഇനി ജീവിതത്തിൽ ഉടനീളം അങ്ങോട്ടേക്കുണ്ടാകും ഇവൾ നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ. നീ എന്തെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തുനിന്ന് പോയതെന്ന് ചോദിച്ചു. അമ്മ എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് താല്പര്യം ഉണ്ടായിട്ടൊന്നും ഞാൻ ഇവളെ വണ്ടിയിൽ കയറ്റിയതല്ല, അങ്ങനെയൊന്നും അമ്മ തെറ്റിദ്ധരിക്കുകയും ചെയ്യരുതെന്നും പറഞ്ഞുകൊണ്ട് മകൻ അമ്മയെ കൺവിൻസ് ചെയ്യിക്കാൻ നോക്കുക. അപ്പോഴേക്കും അപ്പുറം ഇപ്പുറം നിന്നുകൊണ്ട് രണ്ടെണ്ണങ്ങളും കൂടി ഇങ്ങനെ അങ്ങ് പറച്ചിൽ തുടങ്ങി. ആദർശേ, നീ എന്ത് പണിയായി കാണിച്ചത്? ജലജ, ആദർശേ നീ എന്ത് പണിയായി കാണിച്ചത്? അമ്മയോടൊരു വാക്ക് പറഞ്ഞിട്ട് നീ വേറൊരു രീതിയിലൂടെ തെറ്റായി സഞ്ചരിക്കുകയാണോ? നിനക്ക് ഇങ്ങനെ ഏട്ടത്തിയോട് ചെയ്യാൻ തോന്നിയല്ലോ, ഇവളെപ്പോലും ഒരുത്തിയെ വീണ്ടും വണ്ടി കയറ്റിയത് നിൻ്റെ അഭിമാനത്തിന് എന്നെ ക്ഷതം പറ്റുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആദർശേട്ടൻ എന്തിനാ ഇവളെ വീണ്ടും വണ്ടിയിലേക്ക് കയറ്റിയതെന്ന് നവ്യ എന്ന് പറയുന്ന നാണം കെട്ടവൾ ചോദിക്കണം. ഇതൊക്കെ കേട്ട് നമ്മുടെ ദേവയാനി ആണെങ്കിൽ ഒന്നുകൂടി അങ്ങ് വല്ലാണ്ട് രക്തം തിളയ്ക്കുന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും നമ്മുടെ നയന പറഞ്ഞു, എന്നെ ആദർശേട്ടൻ വണ്ടിയിൽ കയറ്റിയതൊന്നുമല്ല, എനിക്ക് വഴിയിൽ വെച്ചൊരു പ്രോബ്ലം ഉണ്ടായപ്പോൾ ഞാനായിട്ട് കയ്യെ കാലേ പിടിച്ച് കരഞ്ഞ് വണ്ടിയിൽ കയറിയതാണെന്ന്. അങ്ങനെ അവിടെയും ആദർശിനെ നയനെ രക്ഷിച്ചു. പക്ഷേ അതിൻ്റെ നന്ദിയൊന്നും ആദർശിന് നയനയോടില്ല കേട്ടോ. എന്തായാലും മകൻ ഇപ്പോഴും അവളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി. ഇവർ രണ്ടുപേരും, അതായത് ആദർശം നയനയും കൂടെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവളുമാർ രണ്ടുപേരും കൂടി നിന്ന് ദേവയാനിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഏട്ടത്തിയുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് നയനയെന്ന് പറയുന്നവളെ സ്നേഹിക്കുകയാണെന്ന്, അതിനൊരിക്കലും ഏട്ടത്തി അനുവദിച്ചു കൊടുക്കരുതെന്നും. അങ്ങനെ മകൻ്റെ ആ ഒരു സ്വഭാവ മാറ്റം കൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ ചൂളി ഇങ്ങനെ നിൽക്കേണ്ടി വന്ന അമ്മായിയമ്മയായിട്ട് ദേവയാനി ഇങ്ങനെ നിൽക്കുക. ദേവയാനിയാണെങ്കിൽ ഭയങ്കര പകയായിട്ട് ഇങ്ങനെ നോക്കുവാണ്. അവളെ ഞാൻ എങ്ങനെയെങ്കിലും തറ പറ്റിക്കും, എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിന്നും അവളെ ഞാൻ എങ്ങനെയെങ്കിലും തള്ളി കളയിക്കും എന്നുള്ളൊരു രീതിയിൽ. അപ്പം അങ്ങനെ ആ ഒരു സംഭവം അവിടെ ഇങ്ങനെ നടക്കുന്നേ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്ന നമ്മുടെ അനിയാട്ടോ. അനിയുടെ ആരാധിക അനിയെ കാണാനായിട്ട് വിളിച്ചു. അപ്പോൾ അനി ഭയങ്കര സ്നേഹത്തോടെ നോക്കിയിരിക്കുക ആരാധികയെ കാണാൻ. നല്ലൊരു പെൺകുട്ടിയാണ്, ഇപ്പോൾ വോയിസൊക്കെ നല്ല മധുരമുള്ള വോയിസാണല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു പെൺകുട്ടിയെ കാണാൻ കാത്തിരുന്നപ്പോൾ അനിയെ തകർത്തുകൊണ്ട് മറ്റൊരു പെൺകുട്ടിയാണ് വന്നത്. ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ അനി ഞെട്ടിപ്പോയി. കല്യാണമൊക്കെ കഴിഞ്ഞൊരു പെണ്ണ്. അതിനെ കണ്ടപ്പോൾ അനി നിങ്ങളാണോ എന്നെ വിളിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ അവരൊരു സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യാം കേട്ടോ. ആ ഒരു സംഭവം അവിടെ ഇങ്ങനെ നടക്കുന്നു. ഇതേ സമയത്ത് നമ്മുടെ നയന ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ്. അതുപോലെ എല്ലാവരും അവിടെ ഇരിപ്പുണ്ട്. എല്ലാവരും അങ്ങനെ ഇരിക്കുന്നു.
ഈ സമയത്ത് ദേ നയന ഇങ്ങനെ ഇവരോട് എല്ലാവരോടും ഓരോന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരുമ്പോൾ ആരും നയനയോട് ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. പക്ഷെ ജലജയെന്ന് പറയുന്നവൾ ജലജ മിണ്ടി. ആരും കാണാതെ നയനയോട് വന്നിട്ട്, എടി നീ എന്തിനാടി ഇവിടെ വന്ന് കിടന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്? നിനക്ക് എന്തിൻ്റെ ആവശ്യമുള്ളത്? നീ ഇങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. നിന്റെ അമ്മായിയമ്മയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അങ്ങനെയുള്ളപ്പോൾ നീ എന്തിനാ ഇവിടെ വന്ന് കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? നിനക്ക് ഇറങ്ങി നിന്റെ വീട്ടിൽ പോയി കൂടെടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേ അവിടെ നിന്ന് ജലജ ആരും കേൾക്കാതെ അല്ലെങ്കിൽ ആരും കാണാതെ നമ്മുടെ നയനിയോട് പറയുന്നു. ആരെങ്കിലും കണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമല്ലേ? കാരണം മിണ്ടരുതെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇരു ചെവി അറിയാതെ നയനക്കെട്ടുള്ള പണി കൊടുക്കുകയും ചെയ്യാം, ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ നല്ലവളായിട്ട് നിൽക്കുകയും ചെയ്യാം. അതാണ് ജലജ എന്ന് പറയുന്ന പിശാച് ഉദ്ദേശിക്കുന്നത്. പുള്ളിക്കാരി അത് നല്ല മാന്യമായിട്ട് അങ്ങനെ ഒരു നാക്കിനങ്ങ് കൊണ്ടുപോകുന്നുമുണ്ട്. അങ്ങനെ അതെല്ലാം കേട്ടിട്ട് നമ്മുടെ നയന കമാന്നൊരക്ഷരം മിണ്ടിയില്ല. നയനയ്ക്കറിയാം ഇതൊക്കെ എവിടെ നിന്ന് വരുന്നതാണ്, എങ്ങനെയാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നയനെ അതിന് പ്രതികരിക്കാൻ പോയില്ല. പ്രതികരിക്കാൻ പോകാത്തിടത്തോളം കാലം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ആ ഒരു സംഭവവും കാര്യങ്ങളും അവിടെ ഇങ്ങനെ നടക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ആദർശ് അവിടെ ഇരിക്കുന്നു. ആദർശൻ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നയനെ അങ്ങോട്ടേക്ക് ചെന്ന് ആദർശിനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുക. ആദർശ് അതിനും ഒന്നും മിണ്ടുന്നില്ല. നയനയ്ക്ക് അതിനുള്ള മറുപടി ആദർശ് കൊടുക്കണില്ല. അപ്പോൾ ആദർശേട്ടാ അത് ചെയ്യട്ടെ, ആദർശേട്ടാ ഇത് ചെയ്യട്ടെ, ആദർശേട്ടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ ഇരുന്നൊരു പേപ്പറിൽ എന്തോ എടുത്ത് ആദർശ് ഇങ്ങനെ എഴുതുന്നു. അങ്ങനെ എഴുതിയിട്ട് എന്ത് ചെയ്തു, ഈ നയനയുടെ നെറ്റിയിലേക്ക് അങ്ങ് ഒട്ടിച്ചു കൊടുത്തു. അത്ര പോലും നയനയോട് സംസാരിക്കുന്നില്ല. അതെടുത്ത് നെറ്റിയിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ നയനെ അതെടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ആദർശ് എന്തോ അതിലെഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ അതങ്ങനെ ആദർശ് എടുത്ത് നോക്കി. ആദർശ് എഴുതിയത് നയനെ എടുത്ത് നോക്കിയിട്ട് നയന ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കുക. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ആദർശിന് നയനയോട് പ്രണയമാണെന്ന് അല്ലെങ്കിൽ ഇഷ്ടമാണെന്ന് കരുതലുണ്ടെന്നുള്ള കാര്യം ഇന്നത്തെ ആ ഒരു ഗുണ്ടാ പ്രശ്നത്തോടു കൂടി നമ്മുടെ നയനയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് നയന ഇപ്പം താണാണ് നിൽക്കുന്നത്. ആദർശിൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കും, ആദർശ് തന്നെ സ്നേഹിച്ചു തുടങ്ങും എന്നുള്ള ആ ഒരു ധാരണ അത് മാറ്റാതെ അതിൽ ഉറച്ചു വിശ്വസിച്ച് നയന മുന്നോട്ട് പോകുന്നു. അങ്ങനെ അവരുടെ ജീവിതത്തിലുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ നമ്മുടെ നന്ദു, അതായത് ആ ഒരു ആരാധികയെ കണ്ട് വിഷമിച്ച് ഇരിക്കുകയല്ലേ നന്ദു, നമ്മുടെ അനി. ആ സമയത്ത് നന്ദു അവിടെ തൻ്റെ ബൈക്കിൻ്റെ കാര്യങ്ങളൊക്കെ നന്ദുവിന് വിളിച്ചു പറഞ്ഞു. അനിയെ വിളിച്ചു പറഞ്ഞു. പക്ഷെ നന്ദു പറഞ്ഞ കാര്യങ്ങളൊന്നും അനി അത്ര അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. കാരണം എന്താ, അനിയുടെ മെൻ്റൽ ആ ഒരു വല്ലാത്തൊരു ഇതിലിങ്ങനെ നിൽക്കുകയാണ്. കാരണം ഭയങ്കരമായിട്ട് ഡള്ളായിപ്പോയി ശരിക്കും പറഞ്ഞാൽ അനിയ. കാരണം ഒരു ആരാധികയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ നന്ദു അന്നേരം എന്ത് പണി ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ വണ്ടിക്ക് ചെറിയ കംപ്ലൈൻറ്റും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഈ നന്ദു റോഡ് സൈഡിൽ നിന്ന് ഇങ്ങനെ ലേലം വിളിക്കാൻ തുടങ്ങി ഈ ബൈക്കിനെ പറ്റി. അപ്പോൾ ബൈക്ക് അന്നേരത്തേക്കും കുറേ പേരൊക്കെ വന്ന് ഇങ്ങനെ ചുറ്റിനും കൂടി കേട്ടോ, എന്താ പ്രശ്നം, എന്താ കാര്യം. അപ്പോഴത്തേക്ക് ഇതിന് എത്ര രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തർ ആ ബൈക്കിന് ഇങ്ങനെ റേറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ നടക്കുന്നു. ഈ സമയത്ത് പാവം നമ്മുടെ അതിന് തകർന്ന മനസ്സുമായിട്ട് അതിലങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ അവർ വന്നു, എല്ലാവരെയും പറഞ്ഞു വിട്ടു നമ്മുടെ നന്ദു അന്നേരം. അപ്പോൾ ആ ഒരു സാഹചര്യം, അങ്ങനെയൊക്കെയുള്ളൊരു വിശേഷങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ കഥ നാളെ വരുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.